ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിക്കുമായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. കേൾക്കാത്തവർ തീർച്ചയായും ആ ക്ലാസ് കേട്ടിട്ട് തന്നെ ഈ ക്ലാസ് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്രൊണോളജിക്കൽ ആ ഒരു കാലഗണന അനുസരിച്ചിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാരെ ഓർത്തിരിക്കാനും അവരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഓർക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡമായിട്ട് എടുത്തൊന്നും പഠിക്കാതിരിക്കുക. എല്ലാവരും ഒരു ഓർഡർലി ഏതെങ്കിലും ഒരു ഓർഡർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ബെറ്റർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് കുറച്ച് കാലഗണന അനുസരിച്ച് പഠിക്കുന്നത് കാര്യങ്ങൾ ഓർത്തിരിക്കാനും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഗസസ് നടത്താനും ഒക്കെ പരീക്ഷ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പഠിച്ചത്? നമ്മൾ പഠിച്ചത് എവിടം വരെയാ നോക്കൂ, നമ്മൾ എവിടെ വരെ പഠിച്ചേ? സ്വാതി തിരുനാൾ വരെയാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായും അടുത്ത തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, പേരുകൾ പഠിക്കുമ്പോൾ ഇവരുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പേരുകൾ പഠിക്കുമ്പോൾ തീർച്ചയായും ഫുൾ പേര് പഠിക്കണം എന്നുള്ളത്. എന്തുകൊണ്ടാണ്? അവരുടെ പേര് കണ്ടോ, ഈ മാർത്താണ്ഡവർമ്മ, ആദ്യത്തെ രാജാവിൻ്റെ പേരിലും ഒരു മാർത്താണ്ഡവർമ്മയുണ്ട്. അപ്പോൾ ആ ഈ മാർത്താണ്ഡവർമ്മ എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുണ്ട്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തീർച്ചയായും അവിടെ ഒരു ക്ലാഷ്, നമുക്ക് മെമ്മറി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോരുത്. പിന്നെ നിങ്ങളൊരു ഇൻഫർമേഷനായിട്ട് പറയാമല്ലോ, നമ്മളിനി ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു വേർഡ് വെച്ച് നമ്മളൊരു പോൾ പോലെ ഒരു ക്വിസ് പോലെ നടത്തുന്നുണ്ട്. രാവിലെ ഒരു 8 മണിക്ക് 8:30 ഇടയിൽ അത് ഇടുന്നുണ്ട്. ഒരു വേർഡ് മാത്രം, ഒരു വേർഡോ അല്ലെങ്കിൽ ഫ്രേസുകളോ ഇഡിയംസോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് അതിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങും ഈ ആഴ്ച, അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ അതൊക്കെ എടുക്കാം. നിങ്ങൾക്ക് അറിയാലോ, ഈ പ്രിലിംസിനൊക്കെ 20 മാർക്ക് 10 മാർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അത് ഒരു ദിവസമോ 2 ദിവസം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് പറ്റില്ല. ഇംഗ്ലീഷൊക്കെ കുറച്ച് വീക്കായിട്ടുള്ള ആളുകൾ ആദ്യമേ തന്നെ നമ്മൾ ഇംഗ്ലീഷിലുള്ള പഠനങ്ങൾ തുടങ്ങണം. അതുമാത്രമല്ല, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഷെയർ ചെയ്ത് വേർഡ് ബൈ വേർഡ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട് ഇനി തുടരെ. അപ്പോൾ അതിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങാമല്ലേ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 7ാമത്തെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1847 മുതൽ 1860 മുതൽ. കണ്ടോ, ഇയർ നോക്കിയേ, 1847. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു 100 വർഷം മുന്നേ അദ്ദേഹം അധികാരത്തിലേറി. 1860 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. 1857 തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ സ്ഥാപിച്ചു. അപ്പോൾ ആലപ്പുഴയൊക്കെ അന്ന് തിരുവിതാംകൂറിൻ്റെ കീഴിലാണ്. അപ്പോൾ 1857 തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. അന്നത്തെയൊക്കെ വലിയൊരു സംഭവമാണതല്ലേ? പോസ്റ്റ് ഓഫീസ് നമ്മളൊരു കത്ത് അയക്കുന്നു, അത് ഡെസ്റ്റിനേഷനിൽ എത്തുന്നു. അതന്ന് വലിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ മാർഗ്ഗമായിട്ട് പിന്നീട് മാറുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. പിന്നെ അതായത് തിരുവിതാംകൂറിലെ ആദ്യത്തെ അഞ്ചൽ സർവീസ് എന്ന് പറയും. അഞ്ചൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് ഓഫീസ് സർവീസാണ്. അത് ആലപ്പുഴയിലാണ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. 1857 എല്ലാ പോയിന്റുകളും സ്ക്രീനിൽ നിങ്ങൾ എങ്ങനെ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിലും ഒരു 3 തവണയെങ്കിലും കൃത്യമായിട്ട് വായിക്കാനായിട്ട്, മനസ്സിരുത്തി വായിക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ഫോഴ്സ് ചെയ്ത് വായിക്കേണ്ട, നല്ല ശ്രദ്ധയോടുകൂടി വായിക്കുക. എന്തെങ്കിലും ഒരു കണക്ഷൻ, ഇതുപോലെ കണ്ടില്ലേ, 1847 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 100 വർഷം മുന്നേ, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 1859 ആദ്യത്തെ കയർ ഫാക്ടറി ജെയിംസ് ദറസ് മെയിൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ആദ്യത്തെ കയർ ഫാക്ടറി. അത് 1859 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഉണ്ടാകുന്നത്. അത് കൊണ്ടുവന്നത് ആരാണ്? ജെയിംസ് ദറസ് എന്ന് പറഞ്ഞ ഒരാളാണ്. കയർ ഫാക്ടറിയാണേ. ഇനി ഈ സമയത്തുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ് എന്താണ്? 1859 ചാന്നാർ കലാപം. ഈ ചാന്നാർ കലാപം അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എല്ലാ കലാപങ്ങളും പ്രധാനപ്പെട്ട യുദ്ധങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഈവൻറ്റ്സ് പഠിക്കുമ്പോൾ ക്രോണോളജിക്കലി പഠിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അധികം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ലെങ്ത്ത് അല്ലെങ്കിൽ തന്നെ 1 മണിക്കൂറോളമൊക്കെ വരും. അതിൻ്റെ കൂടെ കൂടുതൽ ആഡ് ചെയ്ത് ഇതാർക്കും എനിക്കൊന്നും പേഴ്സണലി ഇഷ്ടമല്ല. ഒരു 45 മിനിറ്റ് കൂടുതലുള്ളത് ഈ സ്ക്രീനിൽ ഇങ്ങനെ നോക്കി നമുക്ക് പേഴ്സണലി കേൾക്കാൻ പറ്റും. പക്ഷേ സ്ക്രീനിൽ കേട്ടിരുന്ന് ചെയ്യാനൊന്നും ആർക്കും അത്ര വലിയ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് തുടരെ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ചാന്നാർ കലാപം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു അല്ലേ? അപ്പോൾ മാറുമറിക്കാനുള്ള അവകാശം നൽകി ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഇത് ഈ സ്ലൈഡിലെ എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉടനെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്ത ആൾ ആരാണ്? അടുത്ത ആൾ ആയില്യം തിരുനാൾ.
ആയില്യം തിരുനാൾ എന്നാണ് 1860 മുതൽ 1880 വരെ, 1860 മുതൽ 1850 വരെ. നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ ഈ സമയത്ത് എന്തൊക്കെയാണ് നടക്കണതെന്നും കൂടി ആലോചിക്കാം കേട്ടോ. ഈ കാലഘട്ടത്തിൽ അതൊക്കെ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം അതും കൂടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബ്രിട്ടീഷ് വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പട്ടം സ്വീകരിച്ചു. നോക്കൂ, ബ്രിട്ടീഷ് വിക്ടോറിയ രാജ്ഞി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ക്വീൻസ് പ്രൊക്ലമേഷൻ എന്താ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858, നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിക്കപ്പെടുന്ന 1857 കലാപത്തിന് ശേഷം വന്നൊരു സംഭവമാണല്ലേ. അത് പുറപ്പെടുവിച്ചതൊക്കെ ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ് ആ സമയത്ത് ബ്രിട്ടൻ ഭരിക്കുന്നത്. അപ്പോൾ അവരുടെ കീഴിലാണ്, അതായത് 1858 ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം എന്താണ് നമ്മുടെ ഇന്ത്യ, പിന്നെ നമ്മൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കീഴിലൊന്നുമല്ല, നമ്മൾ ആരുടെ കീഴിലാണ്? നേരിട്ട് രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ ബ്രിട്ടീഷ് ഒരു ഭരണത്തിൻ്റെ കീഴിലേക്ക് നമ്മളുടെ കോളനി വരികയാണ്. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയാണ് ആ സമയത്തുള്ളത്. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പട്ടം സ്വീകരിച്ച ആളാണ് ആര്യ. ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല, അവർ നമ്മളിങ്ങനെ സൂത്ത് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. വലിയ നമുക്ക് ആ പട്ടം നൽകുന്നു, ഈ പട്ടം നൽകുന്നു, ഈ സൗജന്യം നൽകുന്നു, അത് ചെയ്യാനുള്ള അത് തരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ അവരുടെ കീഴിലിങ്ങനെ അവരെ ഒരു സാമന്ത രാജ്യമൊക്കെ ആയിട്ട് അവരെ വലിയ വെറുപ്പിക്കാതെ നമ്മളുടെ സോവർണിറ്റി പരമാധികാരത്തിന് അടിയറ വെച്ചുകൊണ്ടങ്ങ് ജീവിക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇടയ്ക്ക് ഓരോ ഇൻസെൻറ്റീവ്സ് പോലെ ഇങ്ങനെ തരുന്നതാണ് ഈ മഹാരാജ എന്ന പട്ടമൊക്കെ. ഓക്കെ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഇന്ത്യക്കാർക്ക് ഉണ്ടായിട്ടില്ല. എങ്കിലും ഹിസ്റ്റോറിക്കലി നമ്മളിത് പഠിക്കണം. 1865 പണ്ടാരപ്പട്ട വിളംബരം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ടയാണ് അവിടെ, അതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട, ഇത് കൺഫ്യൂഷനായിട്ട് ചോദിക്കാം. കേരളത്തിലെ കർഷകരുടെ മാഗ്ന കാർട്ട, അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കർഷകർ, അല്ലെങ്കിൽ മദ്രാസ് സംസ്ഥാനത്തെ കർഷകരുടെ അല്ലെങ്കിൽ വെറും കർഷകരുടെ മാഗ്ന കാർട്ട എന്നൊക്കെ ചോദിച്ചാൽ ഇതായിരിക്കില്ല ഉത്തരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ടയാണ് 1865 പണ്ടാരപ്പട്ട വിളംബരം. 1865 മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നാഷണൽ ലെവലിൽ നടന്നിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതെന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. 1865 പണ്ടാരപ്പട്ട വിളംബരത്തിലെ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട. ഇനി കുടിയാന് അവകാശം സ്ഥിരപ്പെടുത്തി. അതായത് കുടിയാന് പണിയെടുക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ കുടിയാന് എങ്ങനെയാ, കുറച്ച് സ്ഥലത്ത് അവൻ്റെ വീട് വെച്ച് അവന് താമസിക്കാം, അങ്ങനെയാണല്ലോ, കുടിയിൽ വെച്ച് താമസിക്കാം. അതിൽ നിന്ന് പെട്ടെന്നൊന്നും കർഷകനെ ഒഴിപ്പിക്കാൻ പറ്റില്ല. ആ കുടിയാൻ്റെ ഒരു അവകാശമാണ് സ്ഥിരപ്പെടുത്തി കിട്ടിയത്. അതുപോലെ തന്നെ 1867 ആയപ്പോൾ ജന്മി കുടിയാൻ വിളംബരം നടക്കുന്നുണ്ട്. 1867 ജന്മി കുടിയാൻ വിളംബരം. പിന്നെ ഇദ്ദേഹം ആയില്യം തിരുനാൾ സെക്രട്ടേറിയറ്റ് കെട്ടിടം പണി കഴിപ്പിക്കുന്നുണ്ട്. അതിന് മെയിനായിട്ട് അതിൻ്റെ പണി അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് വില്യം ബാർട്ടൺ ആണ്. ഇത് ചോദ്യങ്ങളുണ്ടായിട്ടുണ്ട്. വില്യം ബാർട്ടൺ ആണ് സെക്രട്ടേറിയറ്റ് മന്ദിരം. നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അല്ല, പഴയ സെക്രട്ടേറിയറ്റ് കേട്ടോ. പഴയ സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൻ്റെ ആർക്കിടെക്റ്റ് വില്യം ബാർട്ടൺ ആണ്. ഇനി ആർട്സ് കോളേജ്, ആദ്യത്തെ ജനറൽ മെൻ്റൽ ഹോസ്പിറ്റൽ, ഇവിടെ ഒരു കോമ വേണം, ആർട്സ് കോളേജ് കൊണ്ടുവന്നു. അതുപോലെ ജനറൽ മെൻ്റൽ ഹോസ്പിറ്റൽ. പിന്നെ നേപ്പിയർ മ്യൂസിയം, പുനലൂർ തൂക്കുപാലം, ഇതൊക്കെ ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. ഇനി PWD ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ PWD സ്ഥാപിച്ചത് 1877 ആയില്യം തിരുനാളാണ്. ഇനി 1875 ഫസ്റ്റ് സിസ്റ്റമാറ്റിക് സെൻസസ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സെൻസസ് നടത്തിയത് ആരാണ്? ഇതിക്ക് മുന്നുള്ള ഒരു തിരുനാളാണ് നടത്തിയത്. എന്നാൽ ഏറ്റവും ആദ്യത്തെ സെൻസസ് അതാണ്. എന്നാൽ സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് ഇത്ര ഡാറ്റ നമ്മൾ ശേഖരിക്കണം, ആ ഡാറ്റകൾ ഇങ്ങനെ ക്രോഡീകരിക്കണം, ആ ക്രോഡീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന ഡാറ്റകൾ ഇന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് സെൻസസ് നടന്നത് 1875 ആയില്യം തിരുനാളിൻ്റെ സമയത്താണ്. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദിവാനാണ് ടി മാധവറാവു. പ്രധാനപ്പെട്ട സദസ്യർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ. ഈ പണ്ടത്തെ കാലത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള കവികളും കഥാകൃത്തുക്കളും അല്ലെങ്കിൽ ഇപ്പം
ആട്ടക്കഥ രചിക്കുന്ന ആളുകളൊക്കെ എന്താ അവരേതെങ്കിലും രാജാക്കന്മാരുടെയൊക്കെ ആശ്രിതരോ അല്ലെങ്കിൽ സദസ്യരോ ഒക്കെ ആയിരിക്കും. കാരണം എന്താ അവരുടെ ആ കവിതേനൊക്കെ ആസ്വദിക്കാനും അതിന് വേണ്ടത്ര ഒരു എന്താ പറയുക ഒരു പരിഗണന ലഭിക്കാനും റെക്കഗ്നീഷനൊക്കെ ലഭിക്കണമെങ്കിൽ അത് ആർക്കാ സാധിക്കുള്ളൂമായിരുന്നു. അന്ന് കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ള ഈ രാജാക്കന്മാരെ പോലെയും രാജകൊട്ടാരത്തിലുള്ളവർക്കൊക്കെ കഴിയുള്ളൂ. കാരണം ഒന്നാമത്തെ അവർക്കാണ് കൂടുതൽ വിദ്യാഭ്യാസമുള്ളൂ. രണ്ടാമത്തെ സാധാരണക്കാരെന്തായിരിക്കും അവരുടെ കൂടുതൽ ജീവിതഭാരമായിരിക്കുമല്ലോ അവർക്ക്. അതായത് എങ്ങനെയാ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകാൻ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഈ കർഷകർക്കും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കും ഒക്കെ. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് കവിത ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതിന് വേണ്ട ഒരു നിങ്ങളുടെ കവിത നല്ല അടിപൊളിയാണല്ലോ, നിങ്ങളെന്നാൽ കുറച്ച് പൈസ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് സദസ്സിൽ കവികളൊക്കെ ഉണ്ടാവുന്നത്. കാരണം ലിറ്ററേച്ചർ ആ സമയത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, ആളുകൾ കുറച്ചും കൂടിയും ഇല്ലിറ്ററേറ്റ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വായിക്കുന്ന ആൾക്കാരുടെ അടുത്തും കവി ഈ സാഹിത്യം ആസ്വദിക്കണമെങ്കിൽ ഇപ്പോൾ പറയില്ലേ ഒരു സമാധാനമുള്ള മൈൻഡൊക്കെ ഉണ്ടായാലാണ് സാഹിത്യം ആസ്വദിക്കാൻ പറ്റുള്ളൂ. വളരെ ദിവസവും അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മുട്ടുന്ന ഒരാളുടെ അടുത്ത് ആൾക്കൊരിക്കലും ചിലപ്പോൾ കവിതയോ കഥയോ അല്ലെങ്കിൽ നോവലോ ഒന്നും വായിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സദസ്സിൽ ഇതുപോലെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഒക്കെ സദസ്സിൽ പോയിറ്റ്സ്, കോർട്ട് പോയിറ്റ്സ് അല്ലെങ്കിൽ സദസ്സിലെ കവി ഒക്കെ ഉണ്ടാവുക കേട്ടോ. AR രാജരാജവർമ്മ ആരാ? കേരള പാളനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ. രാജാ രവിവർമ്മ അറിയാം, വിശ്വവിഖ്യാതനായ പെയിൻറ്റർ. പിന്നെ കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ. ഇതൊക്കെ ആരുടെ സദസ്യരായിരുന്നു? ആയില്യം തിരുനാളിൻ്റെ സദസ്യർ ആയിരുന്നു. ഇനി അടുത്ത അടുത്ത ആള് വിശാഖം തിരുനാൾ. വിശാഖം തിരുനാൾ എന്ന് മുതൽ 1880 മുതൽ 1885 വരെ 5 വർഷക്കാലമുള്ളൂ. 1880 മുതൽ 1885 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. അതായത് ട്രാവൻകൂറിൽ കപ്പ കൃഷി തുടങ്ങി. അദ്ദേഹം പോയി പണിയെടുത്ത് ഉണ്ടാക്കിയെന്നല്ല അർത്ഥം. അദ്ദേഹം കപ്പ കൃഷി തുടങ്ങാനുള്ള പ്രോത്സാഹനം കൊടുത്തു, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ട്രാവൻകൂറിൽ കപ്പ കൃഷി പ്രോത്സാഹിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖം തിരുനാളാണ്. ഇദ്ദേഹം ഒരു കംപ്ലീറ്റ് ലാൻഡ് സർവേ നടത്തി. ഈ ലാൻഡ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം ഭൂമി ഈ രാജ്യത്തിന് കീഴിലുണ്ട്, അത് ആരുടെയൊക്കെ പക്കലാണ്, ആർക്കൊക്കെയാണ് അതിനകത്ത് അവകാശം, ഓരോരുത്തർക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ എത്ര ഭൂമിയുണ്ട്, ഇങ്ങനെയുള്ള ലാൻഡ് സർവേ, ഏത് ടൈപ്പ് ഭൂമിയാണ് എന്നുള്ള കംപ്ലീറ്റ് ലാൻഡ് സർവേ ആയിരുന്നു നടത്തി വിശാഖ. അപ്പം എത്ര പോപ്പുലർ അല്ലാത്ത രാജാവാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ട്രാവൻകൂർ ഹിസ്റ്ററിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി പൈസയുടെ എക്സിക്യൂട്ടീവ് ഇതല്ല വൈസ്രോയ് കേട്ടോ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രിൻസ്. അതായത് ഇവിടെ ഈ മലയാളം ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണിത്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നമുക്കറിയാം. ആ സമയമൊക്കെ ആയപ്പോഴേക്കും ഈ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് ശേഷം നമുക്കറിയാം സെക്രട്ടറി ഫോർ ഇന്ത്യ ഉണ്ടാവുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പോസ്റ്റ് വരുന്നുണ്ടല്ലോ. ആ പോസ്റ്റിൻ്റെ കീഴിൽ ഒരു പൂൾ ഓഫ് ആളുകളുണ്ട്. അതിന് പോലെ തന്നെ വൈസ്രോയുടെ കീഴിൽ വൈസ്രോയിനെ അഡ്വൈസ് ചെയ്യാനൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊരു പുകമറ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് റൂളിങ്, അതായത് ഭരണത്തിൽ ഇന്ത്യക്കാർക്കും കൂടി അവകാശം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും അതിൻ്റെ പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നു എന്നൊക്കെയുള്ളൊരു ഫേക്കായിട്ടുള്ളൊരു സംഭവമാണ് ഇവർ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലൊക്കെ കൊണ്ടുവന്നതിനുള്ള പിറകിലുള്ള കാര്യം. ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രിൻസാണ് ആര്? വിശാഖം തിരുനാൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാലത്തിന് 1881 ട്രാവൻകൂറിലെ ആദ്യ കോട്ടൺ മിൽ വന്നിട്ടുണ്ട്. ആദ്യ കോട്ടൺ മിൽ എവിടെ? ഏത് വർഷം? 1881 തിരുവിതാംകൂറിൽ. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് സ്പീഡിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സെറ്റിങ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്പീഡ് കുറച്ചോ കൂട്ടിയോ ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 3 പ്രാവശ്യം വെച്ചൊക്കെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വായിച്ചിട്ട് അടുത്ത വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. ഓക്കെ. ഇനി ഇതാണ് ലാസ്റ്റത്തെ നമ്മുടെ അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് വളരെ പ്രധാനപ്പെട്ടത്. അവസാനത്തില്ല, ഇനിയുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ വരെയുണ്ട്, നമുക്കറിയാലോ. ശ്രീ ചിത്ര തിരുനാൾ അതൊരു മിസ് ഇൻഫർമേഷൻ ആയിരുന്നു. ശ്രീമൂലം തിരുനാൾ ലാസ്റ്റത്തെ അല്ല, 10ാമത്തെയാണ്. 1885 മുതൽ 1924 വരെ. 1885 മുതൽ 1924 വരെ.
ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ശ്രീ ചിത്തിര തിരുനാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശ്രീമൂലം തിരുനാളിൻ്റെ സമയത്ത് ഈ ശ്രീമൂലം പ്രജാസഭ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നൊക്കെ ഉണ്ടായത് സംഭവങ്ങളാണ് കേട്ടോ. 1885 മുതൽ 1924 ഇച്ചിരി നീണ്ട കാലഘട്ടമാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഭരിച്ചത്. ഈ 1924 എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ വർഷം 2024 കൃത്യം 100 വർഷമാണ്. അപ്പോൾ ഏതാ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹമൊക്കെ നടന്നത് അറിയില്ലേ? അതിനൊക്കെ 100 വർഷമാണ്. ആ ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഉണ്ടോ 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ തുടക്കത്തിൽ ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. എന്നാൽ അത് അവസാനിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളല്ല. നമ്മൾ അടുത്തതായിട്ട് പഠിക്കും. നമുക്ക് 1891 മലയാളി മെമ്മോറിയൽ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ മോഡേൺ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഈവൻറ്റ്സ് പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ, ഇവിടെ ഞാനിത് മെൻഷൻ ചെയ്യുന്നുള്ളൂ. എന്താ ഞാനൊന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് തിരുവിതാംകൂറിൻ്റെ ജോലികൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അന്നത്തെ പറയില്ലേ സിവിൽ ആയിട്ടുള്ള ജോലികളൊക്കെ എന്താ കൂടുതലായിട്ട് തിരുവിതാംകൂർക്കാർക്ക് തന്നെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു മെമ്മോറിയൽ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചൊരു മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയൽ. ഇതിന് നേതൃത്വം വഹിച്ച ആൾക്കാരൊക്കെ നമുക്കറിയാലോ. അതുപോലെ തന്നെ 1896 ഈഴവ മെമ്മോറിയൽ. ഇതിൻ്റെ പോലെ തന്നെ മലയാളി മെമ്മോറിയലിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വന്നതാണ് ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പൊക്കെയാണ് ഇതിനകത്ത് കുറേ സംഭാവനകൾ നൽകുന്നുണ്ട്. 1891 5 വർഷം കഴിയുമ്പോൾ 1896 ഈ 1888 വളരെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ് 1888 നടക്കുന്നുണ്ട്. ഓർമ്മയുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ട്രാവൻകൂർ നമ്മളിങ്ങനെ ഒരു ഇയർ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ആ വർഷം ഉണ്ടായ വേറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് എനിക്ക് അറിയില്ലെങ്കിൽ പോലും വേണമെങ്കിൽ പോയി അന്വേഷിച്ച് അല്ലെങ്കിൽ നമുക്ക് പുസ്തകം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അടുത്ത് പുസ്തകമൊന്നും ഇരിപ്പില്ല, അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളത് കണ്ടുപിടിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഓർമ്മയിലിരിക്കാനായിട്ട് പറ്റും. ഈ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് എന്ത് കാര്യമാണ് 1888 സംഭവിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടൂ പ്ലീസ്. ഓക്കെ, ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നാ രൂപീകരിക്കുന്നത് 1888. അത് 1904 ആയപ്പോഴേക്കും ശ്രീമൂലം പ്രജാസഭ എന്നാക്കി. 1904 ആയപ്പോൾ എന്തായത് ശ്രീമൂലം പ്രജാസഭ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ ആണ്. അപ്പോൾ ഇദ്ദേഹം കീഴ്ജാതി കുട്ടികൾക്ക് പഠിക്കാൻ അനുമതി നൽകിയെങ്കിൽ ആ സമയത്ത് അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടപ്പിലായൊന്നുമില്ല. രാജാവ് അനുമതി നൽകിയെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരും നാട്ടിലെ പ്രമാണികളും നാട്ടിലെ ഉന്നത ജാതിക്കാരും അതൊന്നും അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, ഈ പഠിപ്പിക്കാൻ വരുന്ന ആളാരായിരിക്കും? ഒരു ഉന്നത ജാതനായിരിക്കും, അല്ലെങ്കിൽ ഉന്നത കുലത്തിലും ഉന്നത ജാതിയിലൊക്കെ ജനിച്ചതായിരിക്കും. അപ്പോൾ തീർച്ചയായും അവർക്കൊരു വിമുഖത ഉണ്ടാവില്ലേ? അപ്പോൾ ഇത് നൽകിയെങ്കിൽ ഇത് ആ സമയത്ത് വലിയ സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. കീഴ്ജാതി കുട്ടികൾക്ക് പഠിക്കാൻ അനുമതി പക്ഷെ അദ്ദേഹം നൽകിയിട്ടുണ്ട് ശ്രീമൂലം തിരുനാൾ. ഇനി ലോ കോളേജ് അദ്ദേഹം കൊണ്ടുവന്നു, വിമൻസ് കോളേജ് കൊണ്ടുവന്നു, സെക്രട്ടേറിയറ്റ് ആൻഡ് ആയുർവേദിക് കോളേജ് സാൻസ്കൃത് ആൻഡ് ആയുർവേദിക് കോളേജ് അദ്ദേഹം കൊണ്ടുവന്നു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം കൊണ്ടുവന്നു. ഇതൊക്കെ ആരുടെയാ? ശ്രീമൂലം തിരുനാളിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് സിസ്റ്റം. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും ഈ കൊണ്ടുവന്ന കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഒക്കെ ചോദിക്കാം. അപ്പോൾ തീർച്ചയായും പഠിച്ചിരിക്കുക. ലോ കോളേജ് അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കൗൺസിലൊക്കെ വന്നപ്പോൾ ആളുടെ സമയത്താണല്ലോ. അപ്പോൾ ഒരു നിയമപരമായ കാര്യങ്ങളും ആളാണ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ കീഴ്ജാതി കുട്ടികൾക്ക് അദ്ദേഹം അനുമതി നൽകിയല്ലോ. അപ്പോൾ സ്ത്രീകൾക്കും പഠിക്കാനായിട്ടുള്ള അവസരം ആൾ കൊടുത്തിട്ടുണ്ടാവും. വിമൻസ് കോളേജ് സ്ഥാപിച്ചു. അതുപോലെ തന്നെ സാൻസ്കൃത് ആൻഡ് ആയുർവേദിക് കോളേജ്. മനസ്സിലായ? ആയുർവേദത്തിനും സാൻസ്കൃതിനും ഒക്കെ എന്താ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള പഠനങ്ങൾ ഒക്കെ ആയിരിക്കുമല്ലോ ഉദ്ദേശിക്കണേ. അദ്ദേഹം അങ്ങനെ ഒരു ഇത് സ്ഥാപിച്ചു. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അദ്ദേഹം സ്ഥാപിച്ചു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനായിരിക്കും സ്ഥാപിച്ചത്? പുരാവസ്തുക്കളൊക്കെ സംരക്ഷിക്കുന്നതിനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തുന്നതിനും സർവേ നടത്തുന്നതിനും പുതിയവ കണ്ടെത്തുന്നതിനും ഒക്കെ ആയിരിക്കും അല്ലേ. ഇതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് സിസ്റ്റം അദ്ദേഹം ആദ്യമായി കൊണ്ടുവന്നു. നോക്കൂ, 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം നടക്കുന്ന അത്രയും ഫുൾ കാലഘട്ടം ആരായിരുന്നില്ല? ശ്രീമൂലം തിരുനാളായിരുന്നില്ല. എന്നാൽ 1924 വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവാനാണ് പി രാജഗോപാലാചാരി. ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ശ്രീമൂലം തിരുനാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സേതു ലക്ഷ്മിബായി. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ വൈക്കം സത്യാഗ്രഹം
അവസാനിക്കുന്ന സമയത്ത് ആരാണ്? സേതു ലക്ഷ്മിഭായി ആണ്. സേതു. അപ്പോൾ തിരുവിതാംകൂറിൽ ആകെ 3 വനിതാ ഭരണാധികാരികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ആരാണ് ഓർമ്മയുണ്ടോ? തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി. ഓർമ്മയുണ്ടോ? രണ്ടാമത്തെ ആണെങ്കിൽ പോലും അവരെന്താണ്? അവർ റീജൻ്റാണ്. ഫസ്റ്റ് റീജൻ്റ് ഓഫ് ട്രാവൻകൂർ ആണ്. അവരുടെ പേരെന്താണ്? റാണി ഗൗരി പാർവതിബായി. പാർവതി പുത്തനാറൊക്കെ നിർമ്മിച്ച ആൾ. പിന്നെന്താണ്? ഉഴിയം നിർത്തലാക്കിയ ആൾ. ഇനി 3ാമത്തെ ആളാണ് സേതു ലക്ഷ്മിഭായി. അപ്പോൾ ഇവരും നിർത്തലാക്കിയ കുറച്ച് കാര്യങ്ങൾ: ദേവദാസി സമ്പ്രദായം, മൃഗക്കുരുതി, ബഹുഭാര്യത്വം, മരുമക്കത്തായം. ഇതൊക്കെ എന്ത് ചെയ്തു? നിർത്തലാക്കി. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി, മൃഗക്കുരുതി നിർത്തലാക്കി, ബഹുഭാര്യത്വം നിർത്തലാക്കി, മരുമക്കത്തായം നിർത്തലാക്കി. ഇതിന് എന്താ പറയുക, ഇല്ലീഗലാക്കി മാറ്റി. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി 1925 നായർ റെഗുലേറ്റിംഗ് ആക്ട് വരുന്നുണ്ട്. നായർ റെഗുലേറ്റിംഗ് ആക്ട് 1925 ഗാന്ധി സന്ദർശിച്ചു. ഓക്കെ. 1925 ഗാന്ധിജി 5 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അത് ഗാന്ധിജി മോഡേൺ ഹിസ്റ്ററിയിൽ ഗാന്ധിയൻ ഇറ നമ്മൾ പഠിക്കും. INCയുടെ ഗാന്ധിയൻ ഇറ നമ്മൾ പഠിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് പഠിക്കും? ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനത്തെ പഠിക്കും. അതിനകത്ത് ഒരു സന്ദർശനം നടന്നത് 1925 എന്തിൻ്റെ പേരിലായിരിക്കും? വൈക്കം സത്യാഗ്രഹം നടക്കുന്നതിൻ്റെ പേരിലാണ് ആൾ വന്നത്. ആ വരവിൽ അദ്ദേഹം സേതു ലക്ഷ്മിഭായിനെ പോയി കാണുകയുണ്ടായി. ഇനി നോക്കിയേ, 1929 തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ലൈറ്റ്സ് അവർ സ്ഥാപിച്ചു. അതായത് തിരുവനന്തപുരത്തെ പ്രകാശപൂരിതമാക്കി. തിരുവനന്തപുരത്ത് ഇലക്ട്രിക് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അവർ പോയി സ്ഥാപിച്ചു എന്നല്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. 1929. ഇനി 1926 വർത്തമാന പത്ര നിയമം. അതായത് വർത്തമാന പത്രങ്ങൾക്ക്, ന്യൂസ് പേപ്പേഴ്സിന് എന്ത് ചെയ്തു? ഒരു സെൻസർഷിപ്പൊക്കെ ഏർപ്പെടുത്തുന്ന പോലെ. നമുക്കറിയാം 1926 വരുമ്പോൾ എന്താണ്? നമ്മളുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അവസാന സമയങ്ങളിലായില്ലേ. 1926 തന്നെ ശുചീന്ദ്രം സത്യാഗ്രഹവും നടക്കുന്നുണ്ട്. ശുചീന്ദ്രം സത്യാഗ്രഹം. ഓക്കെ. ഇതൊക്കെയാണ് സേതു ലക്ഷ്മിഭായിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനിയാണ് ഏറ്റവും അവസാനത്തെ ആൾ, 12ാമത്തെ ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടന്നത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ സമയത്താണ്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ സമയത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, നിർണായകമായ കുറേ കാര്യങ്ങൾ പൊളിറ്റിക്കൽ, കൾച്ചറൽ ലെവലിലൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുടെയൊക്കെ ആദ്യത്തെ ഒരു ഇവൻറ്റ് നടക്കുന്നത് ഈ സമയത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ട്രാവൻകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരിയാണ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ. തിരുക്കൊച്ചി യൂണിയൻ്റെ രാജപ്രമുഖ. അതായത് 1949 ശേഷം എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം നമ്മുടെ തിരുവിതാംകൂർ പിന്നെന്താ കൊച്ചിയുമായിട്ട് ചേർന്നിട്ട് തിരുക്കൊച്ചിയായിട്ട് മാറി. അങ്ങനെയാണ് അദ്ദേഹം ട്രാവൻകൂറിൻ്റെ അവസാനത്തെ ട്രാവൻകൂർ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ ഭരണാധികാരിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ തിരുക്കൊച്ചി രൂപീകരണത്തിന് ശേഷം തിരുക്കൊച്ചി യൂണിയൻ്റെ രാജപ്രമുഖ് എന്നുള്ള ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം ആരായിരുന്നു? രാജപ്രമുഖ്. അപ്പോൾ തിരുക്കൊച്ചി യൂണിയൻ്റെ ആദ്യത്തെ രാജപ്രമുഖ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ശ്രീ ചിത്തിര തിരുനാൾ. മറ്റാരുമല്ല, ശ്രീ ചിത്തിര തിരുനാൾ. ഇദ്ദേഹം എന്ത് ചെയ്തു? ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ത് ചെയ്തു? നിർത്തലാക്കി. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്താ? തൂക്കിലേറ്റ. ഓക്കെ. തൂക്കിലേറ്റുന്ന പരിപാടി, അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് അദ്ദേഹം നിർത്തലാക്കി. നോക്കി, ട്രാവൻകൂർ റബ്ബർ വർക്ക്സ്, കുണ്ടറ ക്ലേ ഫാക്ടറി, പിന്നെ ഫാക്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇതൊക്കെ ആരാ സ്ഥാപിച്ചത്? ശ്രീ ചിത്തിര തിരുനാളാണ് സ്ഥാപിച്ചത്. ഇനി 1932 ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭത്തെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഈവൻസിനെ കുറിച്ച് പഠിക്കും കേട്ടോ. അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. 1932 തന്നെ ആദ്യ ഭൂപണയ ബാങ്ക്. എന്തോ അതുകൊണ്ട് അർത്ഥാക്കുന്ന കർഷകർക്കൊക്കെ അവരുടെ ഭൂമി പണയമായി വെച്ച് പൈസ മേടിച്ച് അവരുടെ കാര്യങ്ങൾ നടത്താനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന പോലുള്ള ഭൂപണയ ബാങ്ക് 1932 സ്ഥാപിച്ചു. ഇനി 1934 നോക്കിയ തേക്കടി നെല്ലിക്കാപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. തേക്കടിനെ നെല്ലിക്കാമ്പെട്ടീനെ, അവിടുത്തെ കാടിനെ, വനത്തിനെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രഖ്യാപിക്കുന്നുണ്ട് 1934. ഇനി 1932 നവംബർ 12 ക്ഷേത്ര പ്രവേശന വിളംബരം വരികയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട. നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട. ഓക്കെ. അത് എന്തായിരുന്നു? ഓർമ്മയുള്ളവർ ഒന്ന് ഓർത്തെടുത്തോ.
നമ്മൾ ആദ്യം തന്നെ പഠിച്ച ആളുടെ കാര്യത്തിനകത്താണ് നമ്മൾ അത് കേട്ടത് അല്ലേ. നോക്ക്, ദേ പണ്ടാരപ്പട്ട വിളംബരം, പണ്ടാരപ്പട്ട വിളംബരം, പണ്ടാരപ്പട്ട വിളംബരം, പണ്ടാരപ്പട്ട വിളംബരം എന്താ? 1864 തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നോക്കിയേ, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന എന്നറിയപ്പെടുന്നത് എന്താണ്? എന്താ? ക്ഷേത്രപ്രവേശന വിളംബരം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ. കേരളത്തിലെ മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കേരളത്തിൽ നടന്ന ഇതുപോലത്തെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഗാന്ധിജി ഇതിൻ്റെ പേരിൽ 1937 അല്ലെങ്കിൽ 37 കാലഘട്ടം, അല്ലെങ്കിൽ 36 എൻ്റെ ഓർമ്മ, അതോ 37 ഈ 2 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം ആര് വന്നിട്ടുണ്ട് ഇവിടെ? ഗാന്ധിജി ഇതിൻ്റെ ആഘോഷത്തിനായിട്ട് വന്നിട്ടുണ്ട്, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ ആധുനിക കാലത്ത് നടന്ന ഒരു വലിയ അത്ഭുതമായിട്ടാണ് ആര് പറയുന്നത്? ഗാന്ധിജി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറയുന്നത്. അത് നടന്നത് എന്താണ്? 1936 നവംബർ 12 ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന എന്നറിയപ്പെടുന്നത് എന്താണ്? 1936 നവംബർ 12 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരം. അത് ആരെ പുറപ്പെടുവിച്ചേ? ശ്രീ ചിത്തിര തിരുനാൾ. ആരെ പുറപ്പെടുവിച്ചേ? ശ്രീ ചിത്തിര തിരുനാൾ. ഓക്കെ, ശ്രീ ചിത്തിര തിരുനാൾ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന ഓക്കെ. 1937 ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി, ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി. ഓക്കെ, 1937 തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി അദ്ദേഹം സ്ഥാപിച്ചു, നമ്മുടെ ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി. 1932 എന്ത് സംഭവം? ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, നമ്മളുടെ KSRTCയുടെ ഏറ്റവും പഴയൊരു രൂപം. 1938 തന്നെയുണ്ട് ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് എന്ന പേരിൽ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നോക്കൂ എന്താ പറയുന്നത്? 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ രാജധാനി മാർച്ച്, പൊതുഗതാഗതം എന്നിവ പൊതുഗതാഗതം 1938 വന്നു. രണ്ടും ഒരു പോയിന്റ് അല്ല കേട്ടോ. 1938 സംഭവിച്ച 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ പൊതുഗതാഗതം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്കറിയാം ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹം എന്താണ്? പൊതുഗതാഗതമാണല്ലോ സ്ഥാപിച്ചത്. അപ്പോൾ 1938 അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അക്കമ്മ ചെറിയാൻ്റെ നേതൃത്വത്തിൽ രാജധാനി മാർച്ച് നടക്കുന്നത് 1938. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പഠിക്കും. 1939 ട്രാവൻകൂർ വില്ലേജ് യൂണിയൻ ആക്ട് ഉണ്ടാകുന്നുണ്ട്. ട്രാവൻകൂർ വില്ലേജ് യൂണിയൻ ആക്ട് 1939 ട്രാവൻകൂർ വില്ലേജ് യൂണിയൻ ആക്ട് ഉണ്ടാകുന്നുണ്ട്. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 സ്റ്റാർട്ട് ചെയ്യുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. 1943 തിരുവിതാംകൂർ റേഡിയോ സംവിധാനം നിലവിൽ വന്നു. 1943 തിരുവിതാംകൂർ റേഡിയോ സംവിധാനം നിലവിൽ വന്നു. 1946 പുന്നപ്ര വയലാർ സമരം. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുകയാണ്. 1949 ജൂലൈ 1 തിരുകൊച്ചി രൂപീകരണം. നോക്ക്, ടീച്ചർ പറഞ്ഞില്ലേ 1949 എന്താ? തിരുകൊച്ചി രൂപീകരിച്ചതുകൊണ്ടാണ് നമ്മൾ ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവും തിരുകൊച്ചിയുടെ ആദ്യ രാജപ്രമുഖും ആയിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അത് നടന്ന ദിവസവും വർഷവും മാസവും ഒക്കെ എന്നാ? 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് എന്ത് ചെയ്തു? തിരുകൊച്ചി രൂപീകരിച്ചു. അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട 2 ദിവാൻമാരുണ്ട്. അതാണ് CP രാമസ്വാമി അയ്യർ. ആദ്യത്തെ ആളാണ് CP രാമസ്വാമി അയ്യർ. ഇദ്ദേഹമാണ് അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനം തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. പുന്നപ്ര വയലാർ സമരത്തിന് എതിരെ പ്രവർത്തിച്ച ഒരു ദിവാനും കൂടിയാണ് CP രാമസ്വാമി അയ്യർ. അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും അല്ലേ. ഈ മേൽജാതിക്കാരുടെ കുത്തകയായിട്ടിരുന്ന അമ്പലത്തിലേക്കൊക്കെ എന്താ പറയുക, പ്രവേശനം വേണം, വഴി കൂടെ നടക്കാൻ അവകാശം വേണം എന്നൊക്കെ ബേസിക്കായിട്ട് ഇന്ന് നമുക്ക് തോന്നുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള നീഡുകൾ, അതൊക്കെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് പല ആളുകൾക്കും ആക്സസിബിൾ ആയിരുന്നില്ല. അതൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ മേൽജാതിയിലുള്ള ആളുകൾ എന്ത് ചെയ്യും? അതിനൊക്കെ എതിർക്കും. അതിനൊക്കെ പരമാവധി നശിപ്പിക്കാനും നിഷ്കാസനം ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്നാൽ അതൊന്നും നടന്നില്ല. സമരത്തിൽ വിജയിക്കുകയും ചെയ്തു. കാലം അത് തെളിയിച്ചതാണ്. അപ്പോൾ അമേരിക്കൻ മോഡൽ സംവിധാനം എന്ന് പറയുമ്പോൾ, ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ CP രാമസ്വാമി അയ്യർ
കുറിച്ച് ഓർക്കണം. പുന്നപ്ര വയലാറിനെതിരെ പ്രവർത്തിച്ച ദിവാൻ, തിരുവിതാംകൂർ ദിവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP രാമസ്വാമിനെ കുറിച്ച് ഓർക്കണം. ഇനി മുഹമ്മദ് ഹബീബുള്ള ട്രാവൻകൂറിൻ്റെ ഒരേ ഒരു, അതേപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം ദിവാൻ, ഒരെണ്ണേ ഉണ്ടായുള്ളൂ, അദ്ദേഹമാണ് ആദ്യത്തെ മുസ്ലിം ദിവാൻ കേട്ടോ. മുഹമ്മദ് ഹബീബുള്ള ഓർത്ത് വെച്ചേക്കാം. നമ്മളിത് പഠിക്കാത്ത ഒരാൾ ഈ താഴെ തന്നിരിക്കുന്നത് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാൻ അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ദിവാൻമാരുടെ പേര് പറയാണ്, അല്ലെങ്കിൽ 4 പേരുടെ പേര്. അതിനകത്ത് മുഹമ്മദ് ഹബീബുള്ളേനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും മുസ്ലിം അല്ലേ, തിരുവിതാംകൂർ അല്ലേ, മലബാറൊക്കെയാണെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു, തിരുവിതാംകൂർ അല്ലേ, അപ്പോൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാത്ത ഒരാളത് ഗസ് ചെയ്ത് ഒരു ഇൻ്റലിജൻറ്റ് ഗസ് ഇതുപോലെ നടത്തി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഉത്തരം തെറ്റിപ്പോവും. മുഹമ്മദ് ഹബീബുള്ള ആരുടെ ദിവാനായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. അദ്ദേഹം ട്രാവൻകൂറിൻ്റെ ഒരേയൊരു, അതുപോലെ തന്നെ ആദ്യത്തെ മുസ്ലിം ദിവാൻ ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇതുപോലത്തെ ചിലപ്പോൾ കുറേ പോയിൻറ്റ്സ് നമുക്കറിയായിരിക്കും, പക്ഷെ ഇതുപോലത്തെ സ്പെഷ്യലായിട്ടുള്ള ചില പോയിൻറ്റ്സ് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചില ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനമാണ് സർ CP രാമയ്യ അയ്യർ നടത്തുന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനം സർ CP രാമയ്യ അയ്യർ നടക്കുകയാണ്. ഓക്കെ, അതായത് ഈ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ എന്തുണ്ടായിരുന്നു, ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങൾക്കും പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും എന്തുണ്ട്, അവർക്ക് അവകാശമുണ്ട്. അവിടുത്തെ ഭരണാധികാരികൾക്ക് തീരുമാനിക്കാം പാകിസ്ഥാനിൽ ചേരണോ, ഇന്ത്യയിൽ ചേരണോ, അതല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം. അപ്പോൾ തിരുവിതാംകൂർ ആദ്യമായിട്ട് എന്താ വിചാരിച്ചിരുന്നത്, നമുക്കൊരു നമ്മൾ രാജ്യമാണല്ലോ, ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുക്കൊച്ചി ഒരു രാജ്യം പോലെയുള്ള ഫോം ചെയ്തേക്കണത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള രാജ്യമായിട്ട് നിലനിൽക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയാണ് എന്ത് ചെയ്തത്, ഇത് ഇന്ത്യൻ ഡൊമിനിയനോട് നമ്മൾ ചേരാം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ട്രാവൻകൂറിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രം. നമ്മൾ പ്രധാനമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികളും അവരുടെ കോൺട്രിബ്യൂഷൻസും അവരെ സംബന്ധിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസും ഒക്കെയാണ് കണ്ടത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്, ഓഫ് കോഴ്സ് എനിക്കറിയാം, നമുക്കറിയാം അതെന്തൊക്കെയാണ്. നമുക്ക് കുറച്ച് ഈവൻറ്റുകൾ പഠിക്കാനുണ്ട്, നടന്ന കലാപങ്ങൾ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ട്രീറ്റുകൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ കാലഗണനയ്ക്കനുസരിച്ച് മറ്റൊരു വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഇനി ഇതിന് ശേഷം വരുന്ന വീഡിയോ എന്താണ്, കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ തിരുകൊച്ചി രൂപീകരണത്തെക്കുറിച്ചാണ്. അതിനുശേഷമാണ് 1956 കേരള സംസ്ഥാന രൂപീകരണവും അതിനുശേഷം വന്ന മുഖ്യമന്ത്രിമാരും ഗവർണർമാരും സ്പീക്കർമാരെയും ഒക്കെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാവുന്നതാണ്. അഭിപ്രായങ്ങൾ പറയുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന വീഡിയോകളൊക്കെ കണ്ട് പെട്ടെന്ന് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാനും ഒക്കെ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, നന്നായിട്ട് പഠിക്കുക, ഒരു നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ. താങ്ക്